ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ലാക്ക് വരെ പറഞ്ഞു അല്ലേ. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ക്രിട്ടിക്കൽ പാത്താണ്. അതായത് നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രാമിൽ ക്രിട്ടിക്കൽ പാത്ത് എന്നുള്ളൊരു ടേം ഉണ്ടെങ്കിൽ അതെന്താണ്, അല്ലെങ്കിൽ അതെങ്ങനെ ഒരു പിക്ചറൈസേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്താന്നുള്ളതാണ്. ക്രിട്ടിക്കൽ പാത്ത് സ്റ്റാർട്ട്സ് വിത്ത് ബിഗിനിങ് ഈവൻറ്റ്, ടെർമിനേറ്റ്സ് വിത്ത് എൻഡ് ഈവൻറ്റ്. അതായത് ഒരു ഈവൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. ഈവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈവൻറ്റ് എൻഡ് ചെയ്യുന്നതുമാണ് ക്രിട്ടിക്കൽ പാത്ത്. അങ്ങനെയാണ് കാണിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് മാർക്ക്ഡ് ബൈ ഈവൻറ്റ് വിച്ച് ഹാവ് സീറോ സ്ലാക്ക്. അപ്പോൾ സീറോ സ്ലാക്ക്, അതായത് സീറോ സ്ലാക്ക് മീൻസ് എന്താണ്? സ്ലാക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. സ്ലാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ സമയത്തിനുള്ളിലോ അതിന് മുമ്പായി തീരുകയോ അല്ലെങ്കിൽ പറഞ്ഞ സമയത്തിന് ശേഷം തീരുകയോ ചെയ്യുന്ന അങ്ങനെയുള്ള ഈവൻറ്റിനെയാണ് നമ്മൾ സ്ലാക്ക് എന്ന് പറയുക അല്ലേ. അപ്പോൾ സീറോ സ്ലാക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴെന്താണ്, നമ്മൾ എപ്പോഴാണ് ഏത് സമയത്തിനാണ് തീർക്കാന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ഈവൻറ്റ് ആ ടൈമിന് തന്നെ തീർക്കുന്നു. അതിന് പറഞ്ഞ പേരാണ് സീറോ സ്ലാക്ക്. അപ്പോൾ ഈസ് മാർക്ക്ഡ് ബൈ അപ്പോൾ അങ്ങനെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞാൽ ഈ സീറോ സ്ലാക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡയഗ്രാം അല്ലെങ്കിൽ ഒരു പിക്ചർ റെപ്രസെൻറ്റേഷൻ ആണ് ക്രിട്ടിക്കൽ പാത്ത്. ദിസ് ഈസ് ഒബ്വിയസ്ലി ദി പാത്ത് ഓൺ വിച്ച് ദർ ഇസ് നോ സ്ലാക്ക്, നോ കുഷ്യൻ. അപ്പോൾ ഇതൊരു പാത്ത്, ഒരു വഴിയാണ് അല്ലേ. ദർ ഇസ് നോ, അതായത് സ്ലാക്ക് ഇല്ല അവിടെ. അതർ പാത്ത്സ് ആർ സ്ലാക്ക് പാത്ത്സ് വിത്ത് കം കുഷ്യൻ. Thus the critical path which consists of critical activities is the longest path in the network. അതായത് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞാൽ അത് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി, അതായത് അതാണ് ഏറ്റവും ലോങ്ങസ്റ്റ് പാത്ത് മീൻസ് ലോങ്ങസ്റ്റ് ആയിട്ട് നമുക്ക് നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ കാണിക്കുന്ന ഏറ്റവും നീളം കൂടുതലായിട്ട് കാണിക്കുന്ന ഒരു പാത്താണ് ഈ പറഞ്ഞിരിക്കുന്ന ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ പാത്ത് ഡിഫൈൻസ് മിനിമം പ്രൊജക്റ്റ് ഡ്യൂറേഷൻ. അതായത് പ്രൊജക്റ്റിന്റെ സമയം വളരെ കുറച്ചുകൊണ്ട് കാണിക്കാൻ അല്ലെങ്കിൽ കുറച്ച് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഈവന്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ അങ്ങനെയുള്ള വഴികളെ കാണിക്കുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ഹാവ് നോ ഫ്ലെക്സിബിലിറ്റി ഇൻ ദ കംപ്ലീഷൻ ടൈം. അപ്പോൾ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അതിന് ഫ്ലെക്സിബിലിറ്റി ഇല്ല, എപ്പോഴും ഒരേ രീതിയിലുള്ള ആക്ടിവിറ്റിയാണ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി. ഓക്കെ, അത് കാണിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്ന ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് വഴി. നെക്സ്റ്റ് പറയുന്നത് ടോട്ടൽ ഫ്ലോട്ട് പറയുന്നത് ഫ്ലോട്ടാണ്. ടോട്ടൽ ഫ്ലോട്ട് ഓഫ് ആൻ ആക്ടിവിറ്റി ഈസ് ദ എക്സ്ട്രാ ടൈം അവൈലബിൾ ടു കംപ്ലീറ്റ് ദ ആക്ടിവിറ്റി. ഇറ്റ് ഈസ് സ്റ്റാർട്ടഡ് ആസ് ഏർലി ആസ് പോസിബിൾ വിത്തൗട്ട് ഡിലേയിങ് ദ കംപ്ലീഷൻ ഓഫ് ദ പ്രൊജക്ട്. അതായത് ഒരു പ്രൊജക്റ്റിൻ്റെ അല്ലെങ്കിൽ പ്രൊജക്റ്റ് നടത്തുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആക്കുന്നത് ലേറ്റ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ആക്ടിവിറ്റി നേരത്തെ തന്നെ തുടങ്ങണം. കാരണം എന്താണ്, ആ ആക്ടിവിറ്റി കൊണ്ട് ആക്ടിവിറ്റി എങ്ങാനും ഡിലേ ആയിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ആ മൊത്തം പ്രൊജക്റ്റ് ഡിലേ ആവും. അതുകൊണ്ട് ആ ഒരു ആക്ടിവിറ്റി നേരത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നു. ദ ടോട്ടൽ ഫ്ലോട്ട് റെപ്രസെന്റ് ഫ്ലോട്ട് അണ്ടർ ദ മോസ്റ്റ് ഫേവറബിൾ കണ്ടീഷൻസ്. ഫ്ലോട്ട് മീൻസ് അഭിപ്രായം പറയുക എന്നൊക്കെ വിചാരത്തിലിരിക്കുക, അങ്ങനെയുള്ളൊരു മീനിങ് ആണ്. അതായത് ടോട്ടൽ ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫേവറബിൾ ആയിട്ടൊരു കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ ടൈമിൽ സ്റ്റാർട്ട് ചെയ്യും. ദിസ് ഈസ് ബിക്കോസ് ദ ആക്ടിവിറ്റി ക്യാൻ ബി സ്റ്റാർട്ടഡ് അറ്റ് ഏർലിയസ്റ്റ് ആൻഡ് കംപ്ലീറ്റഡ് അറ്റ് ദ ലേറ്റസ്റ്റ്. അതായത് നമ്മൾ പെട്ടെന്ന് തന്നെ ആക്ടിവിറ്റി തുടങ്ങുകയും അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊജക്റ്റ് നമുക്ക് നേരത്തെ കൂട്ടി കഴിയും അല്ലെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. ഒബിയസ്ലി ആക്ടിവിറ്റീസ് വിച്ച് ഡു നോട്ട് ഹാവ് ഫ്ലോട്ട് ഈവൻ അണ്ടർ ദിസ് കണ്ടീഷൻ ആൻഡ് ദ മോസ്റ്റ് ഫേവറബിൾ വൺസ് ആർ ക്രിട്ടിക്കൽ ടു ദ പ്രൊജക്റ്റ് ആൻഡ് ഹെൻസ് ലൈൻ ക്രിട്ടിക്കൽ പാത്ത്. ദിസ് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അതായത് ഫ്ലോട്ട് എന്നത് അതായത് ഒരു ആക്ടിവിറ്റി നമ്മൾക്ക് വൈകിക്കഴിഞ്ഞാൽ മൊത്തം ടോട്ടൽ പ്രൊജക്റ്റ് വൈകുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ആക്ടിവിറ്റി ഏറ്റവും വളരെ വേഗത്തിൽ നമ്മൾ ചെയ്ത് തീർക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ പ്രൊജക്റ്റ് വേഗത്തിൽ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ളതിന് പറയുന്ന പേരാണ് ടോട്ടൽ ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഫ്രീ ഫ്ലോട്ട്. If all non-critical activities start as early as possible, the circular aim is the free float. അതായത് നമ്മളെല്ലാ ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റുന്ന എല്ലാ മാക്സിമം ആക്ടിവിറ്റീസും നേരത്തെ തന്നെ ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കുറച്ച് സമയം ഫ്രീ കിട്ടും, കുറേ കൂടുതൽ സമയം ബാക്കി കിട്ടും. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് സർപ്ലസ് ടൈം ഈസ് ദ ഫ്രീ ഫ്ലോട്ട്. ഫ്രീ ഫ്ലോട്ട് ഇഫ് യൂസർ ഡസ് നോട്ട് ചേഞ്ച് ഫ്ലോട്ട് ഇൻ ലാറ്റർ ആക്ടിവിറ്റീസ്. അതായത് ഫ്രീ ഫ്ലോട്ട് നമ്മൾക്ക് ഉണ്ടെങ്കിൽ അത് നമ്മളുടെ ബാക്കിയുള്ള ആക്ടിവിറ്റീസിനെ ഒരിക്കലും ബാധിക്കില്ല. അതായത് നമുക്ക് കൂടുതൽ സമയം കിട്ടിയെന്ന് പറഞ്ഞിട്ട് മറ്റുള്ള ആക്ടിവിറ്റീസിനെ ഒരിക്കലും ബാധിക്കുന്നില്ല. കുറവ് സമയം ആകുമ്പോഴാണ് നമ്മളുടെ മറ്റുള്ള ആക്ടിവിറ്റീസിനെ ബാധിക്കുക. അപ്പോൾ അതിനെ പറഞ്ഞ പേരാണ് ഫ്രീ ഫ്ലോട്ട്. അതായത് എക്സ്ട്രാ ടൈം നമുക്ക് വേഗത്തിൽ കംപ്ലീറ്റ് തീർക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ ബാക്കി ടൈം കിട്ടും. അതിനെ പറഞ്ഞ പേരാണ് ഫ്രീ ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ,
earliest start time ആണ് EST. It is the earliest time an activity can begin on the assumption that all the preceding activities started at the earliest അത് പോസിബിൾ. അതായത് നമ്മൾ നേരത്തെ കൂടി ചെയ്യുന്ന ആക്ടിവിറ്റീസ്, അതായത് നമ്മൾ മറ്റുള്ള ആക്ടിവിറ്റിയിലൊക്കെ വേഗം വേഗം ചെയ്യാനായിട്ട് എല്ലാ ആക്ടിവിറ്റീസും മുൻകൂട്ടി തന്നെ ചെയ്യുന്നു, അതിൻ്റെ ടൈമിനെ അല്ലാതെ മുൻകൂട്ടി ചെയ്യുന്നു. നെക്സ്റ്റ് ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം ഈസ് ടൈം വിച്ച് ഈസ് ഈക്വൽ ടു ദ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം പ്ലസ് ദ ടൈം ടേക്കൺ, ദാറ്റ് ഈസ് ദ ഡ്യൂറേഷൻ ഓഫ് ദ ആക്ടിവിറ്റി. അതായത് ഒരു ആക്ടിവിറ്റി ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള സമയത്തിന് പറയുന്ന പേരാണ് ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം. latest start time is equal to the latest finish time minus time taken, that is duration of the activity. അതായത് ഇനി നമ്മൾ ഡ്യൂറേഷൻ, അതായത് നമ്മൾക്ക് ലേറ്റസ്റ്റ് മീൻസ് എന്താണ്, നമ്മൾ ഏറ്റവും കുറവ് സമയം ഒരു അല്ലെങ്കിൽ ഒരു ഏറ്റവും പെട്ടെന്ന് തന്നെ ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യും, അതുപോലെ തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ ഒരു ആക്ടിവിറ്റി ഫിനിഷ് ചെയ്യുന്നു. അപ്പോൾ അതിലെടുക്കുന്ന സമയത്തിന് പറഞ്ഞ പേരാണ് എന്ത് ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം ഇസ് ലേറ്റസ്റ്റ് പോസിബിൾ ടൈം ആക്ടിവിറ്റി ക്യാൻ എൻഡ് വിത്തൗട്ട് ഡിലേ ഇൻ ദ പ്രൊജക്ട്. അതായത് ഏറ്റവും എളുപ്പത്തിൽ തന്നെ ഒരു ആക്ടിവിറ്റി നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നു വിത്തൗട്ട് നമുക്ക് ആ ഒരു പ്രൊജക്റ്റിൻ്റെ മൊത്തമായിട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഡിലേ വരുത്താതെ തന്നെ ഏറ്റവും ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം. നെക്സ്റ്റ് പറഞ്ഞ ഫോർവേഡ് പാത്താണ്. When the tracing of the network it is done from start point to end point, the process is called forward path. Forward path എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും ഉണ്ടാവും. അങ്ങനെ സ്റ്റാർട്ടും എൻഡും പോയിന്റും അത് രണ്ടും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫോർവേഡ് പാത്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ബാക്ക്വേർഡ് പാത്ത് ആണ്. ഇറ്റ് ഈസ് ദ പോസിബിൾ പ്രോസസ് ഓഫ് ദ ഫോർവേഡ് പാത്ത്, ദാറ്റ് ഈസ് ട്രേസിംഗ് ഓഫ് ദ നെറ്റ്വർക്ക്. ഇറ്റ് ഈസ് ഡൺ backward path എന്ന് വെച്ച് കഴിഞ്ഞാൽ it is possible process of forward path. This is the tracing of the network is done from the end point to the end. നമ്മൾ അവസാനിക്കുന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് പോയിന്റ് വരെയുള്ള ഒരു പ്രോസസ്സിന് ആ ഒരു ആക്ടിവിറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനെ പറഞ്ഞ പേരാണ് ബാക്ക്വേർഡ് പാത്ത്. നെക്സ്റ്റ് പറയുന്നത് നെറ്റ്വർക്ക് ഡയഗ്രാം is the graphical representation of the various activities and events relating to a project. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഒരു പ്രൊജക്റ്റിലുള്ള വേരിയസ് ആക്ടിവിറ്റീസും വേരിയസ് ഈവൻസും എല്ലാം കൂടെ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആയിട്ട് കാണിക്കുന്നതിന് പറഞ്ഞ പേരാണ് നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇൻ ദ ഡയഗ്രാം ഈച്ച് ഈവൻറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ സൈക്കിൾ. എല്ലാ ഈവൻറ്റും നമ്മൾ എന്തായിട്ടാണ് അതിൽ കാണിക്കുന്നത്, സർക്കിളായിട്ട് കാണിക്കും. അതുപോലെ തന്നെ നോൺ ആസ് നോട്ട്സ്, അതുപോലെ അതിനെ നമ്മൾ നോഡ് എന്നും കൂടെ പറയുന്നുണ്ട് ഈവൻസിന്. ആൻഡ് ആരോസ് ആർ യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ആക്ടിവിറ്റി. അപ്പം ഓരോ ആരോ കാണിക്കുന്നുണ്ടാവും, അതാണ് ഓരോ ആക്ടിവിറ്റി. ഇൻ കംപ്ലീറ്റ് നെറ്റ്വർക്ക് ദർ മസ്റ്റ് ഓൾവേസ് ബി വൺ സ്റ്റാർട്ടിംഗ് ഈവൻറ്റ് ആൻഡ് വൺ ഫിനിഷിംഗ് ഈവൻറ്റ്. അപ്പോൾ ആ ഒരു നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ ഒരു സ്റ്റാർട്ടിംഗ് ഈവൻറ്റും ഉണ്ടാവും, ആ ഒരു ഈവൻറ്റിൻ്റെ ഫിനിഷ് പോയിന്റും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് റൂൾസ് ഫോർ കൺസ്ട്രക്റ്റിംഗ് നെറ്റ്വർക്ക് ഡയഗ്രാം. ഓക്കെ, നെറ്റ്വർക്ക് കൺസ്ട്രക്ഷന് ആവശ്യമായിട്ടുള്ള റൂൾസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഈച്ച് ആക്ടിവിറ്റി മസ്റ്റ് ബി ഹാവ് എ പ്രിസീഡിങ് ആൻഡ് സക്സീഡിങ് ഈവൻറ്റ്. ഓരോ ആക്ടിവിറ്റിക്ക് മുമ്പായിട്ടൊരു ഈവൻറ്റ് ഉണ്ടാവും, അതിന് ശേഷവും ഒരു ഈവൻറ്റ് ഉണ്ടാവും. ഓക്കെ, ആൻഡ് ആക്ടിവിറ്റി ഈസ് ന്യൂമറിക്കലി ഡിനോട്ടഡ് ബൈ ദ പെയർ ഓഫ് പ്രിസീഡിങ് ആൻഡ് സക്സീഡിങ് ഈവൻറ്റ്. ഒരു ആക്ടിവിറ്റി ന്യൂമറിക്കൽ നമ്പേഴ്സ് കൊണ്ട് തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ. ഓക്കെ, പ്രിസീഡിങ് ഈവൻറ്റ്, അതുപോലെ തന്നെ ആക്ടിവിറ്റി മുമ്പിലുള്ള ഈവൻറ്റും ആക്ടിവിറ്റിക്ക് ശേഷമുള്ള ഈവൻറ്റും അതേപോലെ നമ്പേഴ്സ് വൈസ് ആയിട്ട് നമ്മൾ അതായത് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടാകും നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ. നെക്സ്റ്റ് പറയുന്നത് ഈച്ച് ഈവൻറ്റ് ഷുഡ് ഹാവ് എ ഡിസ്റ്റിങ്ക്റ്റ് നമ്പർ. എല്ലാ ഈവൻറ്റിനും ഓരോ നമ്പർ വ്യത്യസ്തമായിട്ട് നമ്പേഴ്സ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ദ നമ്പർ ഗിവൺ ടു ഈവൻറ്റ് ക്യാൻ ബി ചൂസൺ ഇൻ എനി വേ പ്രൊവൈഡ് ദിസ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഈവൻറ്റിന് നമ്പർ കൊടുക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് നമ്പർ വേണമെങ്കിലും ആവാം. ഓക്കെ, ഇൻ പ്രാക്ടീസ് ഓൾ ഈവൻറ്റ്സ് ആർ സോ നമ്പർ ദാറ്റ് നമ്പർ അറ്റ് ദ ഹെഡ് ഓഫ് ആരോ ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഇസ് ഓൾ ഫിക്സ്ഡ്. അതായത് നമ്മൾ നമ്പേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും വളരെ കുറച്ച് വലുതായിട്ടാണ് അവിടെ രേഖപ്പെടുത്താറ്. ദർ ഷുഡ് നോ ലൂപ്സ് ഇൻ ദ പ്രൊജക്റ്റ്. ലൂപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇടയിലിടയിൽ ഈ എന്താ പറയുക സ്ട്രെയിറ്റ് ആയിരിക്കും, ഇടയിൽ എന്താ ഈ കുണുക്കിടുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അതായത് ലൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ രണ്ട് കയറ് തമ്മിൽ കൂട്ടിക്കെട്ടുമ്പോൾ ഒരു മോശ ഭാഗമുണ്ടല്ലോ, അതാണ് അതുപോലെയുള്ളത്. അതായത് അങ്ങനെയുള്ളൊരു സംഭവം ഈ പറഞ്ഞിരിക്കുന്ന നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ അങ്ങനെ ഉണ്ടാവില്ല. ആ നെറ്റ്വർക്ക് പ്രൊജക്റ്റിൽ അങ്ങനെയൊന്നും കാണില്ല എന്നാണ് പറയുന്നത്. അതായത് ഒക്കെ ഓരോന്നും നമ്മൾ യോജിപ്പിക്കുക, അല്ലാതെ ഇടയിലൊന്നും ലൂപ്സ് അവിടെ ഉണ്ടാവില്ല. നെക്സ്റ്റ് പറയുന്നത് നോ മോർ ദാൻ വൺ ആക്ടിവിറ്റി ക്യാൻ ഹാവ് ദ സെയിം പ്രൊസീഡിങ് ആൻഡ്. നെക്സ്റ്റ് പറയുന്നത് നോട്ട് മോർ ദാൻ വൺ ആക്ടിവിറ്റി ക്യാൻ ഹാവ് ദ സെയിം
preceding and succeeding event. This means that each activity is represented by uniquely numbered arrow. അതായത് ഇതിപ്പോൾ ഈവൻറ്റ് ആക്ടിവിറ്റിക്ക് മുമ്പായിട്ടുള്ള ഒരു ഈവൻറ്റ്, പ്രൊസീഡിങ് ഈവൻറ്റ്, അതുപോലെ തന്നെ ആക്ടിവിറ്റിക്ക് ശേഷമുള്ള സക്സീഡിങ് ഈവൻറ്റും ഒരിക്കലും ഒരു ആരോ ഉപയോഗിക്കില്ല. ഒരു ആരോ ഉപയോഗിച്ചിട്ടായിരിക്കില്ല മാർക്ക് ചെയ്യുക. എന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും നമ്പേർഡ് ആരോയ്ക്ക് നമ്പർ കൊടുത്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് അതിലൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡയഗ്രമാറ്റിക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. കൺസ്ട്രക്ടിങ് നെറ്റ്വർക്ക് ഡയഗ്രാം ഫോർ എ പ്രൊജക്ട് ഫോർ ദ ഫോളോയിങ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ ആക്ടിവിറ്റി ഈവൻറ്റ് 1 to 2, നെയിം ഓഫ് ആക്ടിവിറ്റി എ, ഇമ്മീഡിയറ്റ്ലി പ്രൊഡ്യൂസർ ആക്ടിവിറ്റി. അപ്പോൾ ഇല്ല, 1 to 2 മുമ്പായിട്ട് ആക്ടിവിറ്റികൾ ഇല്ല. ഓക്കെ, അപ്പോൾ അതിലേക്ക് നോക്കുക. സൊല്യൂഷൻ: ദ ആക്ടിവിറ്റീസ് എ ആൻഡ് ബി സി സ്റ്റാർട്ട് ഫ്രം നോഡ് 1. 1 നിന്നാണ് എയും ബിയും സിയും എല്ലാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ 1 to 2, 1 to 3, 1 to 4 എന്നല്ലേ. ഇപ്പോൾ 1 നിന്ന് റൗണ്ട് കൊടുക്കുക. അപ്പോൾ ആ ഈവൻറ്റ് കാണിക്കാനായിട്ട് എന്താണ് നമ്മൾ സർക്കുലർ അല്ലെങ്കിൽ സർക്കിളാണ് യൂസ് ചെയ്യുന്നത്. അതിന് ആരോ കൊടുത്തിട്ട് 2. ഓക്കെ, അതിൽ നിന്ന് തന്നെയാണ് 3 ഈവൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ 3യും അതെല്ലാം ഓരോ ഈവൻറ്റ് കണക്ട് ചെയ്യുമ്പോൾ ഒരു ആക്ടിവിറ്റി ആവും. ആ ആക്ടിവിറ്റി സൂചിപ്പിക്കാനാണ് ആരോ മാർക്ക് ചെയ്തിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് പ്രൊഡ്യൂസർ ഈ ആക്ടിവിറ്റി ഇല്ല. ഓക്കെ, നോക്കുക. അപ്പോൾ നെക്സ്റ്റ് പറയുന്നത്, അപ്പോൾ നെക്സ്റ്റ് 1 to 2 പറയുന്നുണ്ട്. 2 to പിന്നെ 5 ആണ് അതിന് മുമ്പ് അല്ലേ. 5ക്ക് മുമ്പായിട്ട് അപ്പോൾ അത് എ. ഇപ്പോൾ നെക്സ്റ്റ് ആക്ടിവിറ്റിയാണ് 1 to 2, 2 to 5 അല്ലേ വന്നിരിക്കുന്നു. നോക്കുക. അപ്പോൾ ഡി എന്ന് പറയുന്നത് നെയിം ഓഫ് ആക്ടിവിറ്റി, എ എന്ന് പറയുന്നത് പ്രൊഡ്യൂസർ ആക്ടിവിറ്റിയാണ്. കണ്ടില്ലേ, 1 to 2 എന്ന് പറയുന്നത് എ ആണ്. ഇനി നിങ്ങൾ ആ കോളം നോക്കി കഴിഞ്ഞാൽ അറിയാം പ്രൊഡ്യൂസർ ആക്ടിവിറ്റി മുമ്പായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നെക്സ്റ്റ് പറയാം 1 to 3 വരയ്ക്കും. 1 to 3, 3 to 6. അപ്പോൾ ഇയും ബിയും വരും. കണ്ടില്ലേ, നോക്കുക, ഇയും ബിയും വന്നു. അതേപോലെ തന്നെ 1 to എന്താ പറയുക 1 to 4, 4 to 6 കണ്ടില്ലേ, അതും വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതായത് ഈ പറഞ്ഞ ആക്ടിവിറ്റിയും നോഡും എല്ലാം സൂചിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ആ പിക്ചറൈസേഷനിൽ കാണിച്ചിരിക്കുന്നത്. അത് നോക്കുക, കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടോ നോക്കുക കേട്ടോ. ഓക്കെ, ഇത്രയുമാണ് ആക്ടിവിറ്റി. അതായത് അതിൻ്റെ ഡയഗ്രമാറ്റിക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഒരു ഡയഗ്രാം ഉണ്ടാവുക. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കറക്റ്റ് കണ്ടില്ലേ, നമ്പേഴ്സ് ഉണ്ടാവും, സർക്കിൾ ഉണ്ട്, ആരോ, അതൊക്കെയാണ് അതിൽ ഉണ്ടാവുന്നത്. സർക്കിൾ എന്ന് പറയുമ്പോൾ ഈവൻറ്റിനെ സൂചിപ്പിക്കാനാണ്. അതുപോലെ ആരാന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നെറ്റ്വർക്ക് ഡയഗ്രാം പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ പിക്ചറൈസേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഈവൻറ്റും ആക്ടിവിറ്റിയും എങ്ങനെയാണ്. ഞാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഒരു ദിവസം ക്ലാസ്സിൽ വന്നിട്ട് ഈ ഒരു നെറ്റ്വർക്ക് ഡയഗ്രത്തിൻ്റെ ഇതൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, പിക്ചറൈസേഷൻ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. ഓക്കെ, താങ്ക് യു.